പ്രമേയം കണ്ടിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിന് മുന്നേ നമ്മുടെ മമ്മൂക്കയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. മമ്മൂക്കയുടെ കരിയറിലെ ദ ബെസ്റ്റ് ഫിലിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു സിനിമ. ഒരു രക്ഷയില്ല ഗൈസ്. മമ്മൂക്കയുടെ ടൈം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടൈമാണ് ഇപ്പം. മനുഷ്യ നിങ്ങൾ എങ്ങനെ ഇപ്പൊ പറയണം, മാസിന് മാസ് എല്ലാത്തിനും മമ്മൂക്കയുടെ ഓരോ ഫിലിമും നമുക്ക് തരുന്ന ഓരോരോ എന്താണ് ഒരു പുതുമയാണ്. അത് ഈ സിനിമയിലും ഉണ്ട്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയാനുള്ള മെയിൻ കാര്യം, നമ്മളിപ്പം എന്താ പറയണത്, ഭൂതകാലത്തിന്റെ കാര്യങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾ ഈ സിനിമ കാണാൻ വരരുത്. അത് ഓൾറെഡി മമ്മൂക്ക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പ്ലെയിൻ മനസ്സോടെ വരിക. ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. വേറെ ഒരു കാര്യങ്ങളും ഒന്നും നമ്മൾ കാണാതെ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ചിന്തിക്കാതെ സിനിമ, നല്ലൊരു മമ്മൂക്കയുടെ ഒരു സിനിമ കാണണം എന്നുള്ള ഫീലിൽ തന്നെയാണ് വന്നത്. പ്ലെയിൻ ആയിട്ട് നമ്മൾ വന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ ക്യാമറ വർക്ക്, ആർട്ട് വർക്ക്, കോസ്റ്റ്യൂം, എന്താ പറയണത്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ആ ഒരു തീം തന്നെ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് സൂട്ടാവുന്നത്. ഒരു കളർ സിനിമ ആയിരുന്നെങ്കിൽ ഇത്രത്തോളം ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് അത്രയും ഒരു എന്താ പറയുക ഒരു ഫീലും അത് തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ഞാൻ നമ്മൾ സ്പോയിലർ ഒന്നും അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയെ വളരെ ഡിഫറെന്റ് ആയിട്ട്, നമ്മളിപ്പോ ഒരു എന്താ പറയുക ഒരു പഴങ്കഥ പോലെ നമ്മൾ പല കാര്യങ്ങളൊക്കെ നമ്മുടെ കേട്ടിട്ടുണ്ടാവുമല്ലോ, മുത്തശ്ശി കഥകൾ പോലെ. അപ്പൊ അതിനൊരു വേറൊരു തലത്തിൽ ഇത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇനി ഞാൻ ഇച്ചായനിലോട്ട് പോവുകയാണ്. ഇച്ചായ എന്താണ്? എനിക്ക് മെയിൻ ആയിട്ട് സിനിമോട്ടോഗ്രാഫി ഏറ്റവും നന്നാക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആർട്ട്. എന്റെ അമ്മ, ഇത് ഏത് ജില്ലയിൽ ഏത് പാതാളത്തിൽ പോയാൽ ഈ ലൊക്കേഷൻ കണ്ടുപിടിച്ചത്. അത്ര ഇതൊരു സെറ്റ് ചെയ്തതാണെങ്കിലും എന്താണെങ്കിലും ലൊക്കേഷൻ വേറെ ലെവൽ. അതിൽ ആർട്ട് ചെയ്തിരിക്കുന്ന ആൾക്ക് ഭയങ്കര ഹാറ്റ്സ് ഓഫ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും പൊള്ളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കളറിങ്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ എന്നുള്ളത് ഒരു ഫീൽ തന്നെ. നമ്മൾ അതിന്റെ അകത്തങ്ങ് എത്തിപ്പോവും. പിന്നെ മമ്മൂക്ക, ആ മനുഷ്യനെ കൊണ്ട് തോറ്റ് അത്ര ലെവൽ, വേറെ ഒന്നും പറയല്ല. എന്തായാലും തിയേറ്റർ വാച്ചാണ്. കാരണം നമ്മൾ TV കണ്ട എത്രത്തോളം ഇത് നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ തിയേറ്ററിൽ ആ ഒരു എക്സ്പീരിയൻസ്, സൗണ്ട് ഡിസൈനിങ് എൻ്റെ അമ്മോ വേറെ ലെവലാണ്. കിട്ടില്ല. മൈന്യൂട്ടായിട്ടുള്ള കാര്യം, ഒരു ചെറിയ പക്കി പറന്നോണ ഒരു അത്രയും ഇന്റൻസ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഭയങ്കര കിട്ടില്ല. അപ്പൊ അത്രേ ഉള്ളൂ. തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കാണേണ്ട ഒരു പടമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം ഓഡിയൻസിന് ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും വരുന്നത്. ചിലവർക്ക്, കാരണം എന്റെ തൊട്ടടുത്തിരുന്ന ഒരു അമ്മയും മകനുമാണ് ഇരുന്നത്. അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എന്റെ അടുത്തിരുന്നുകൊണ്ടേ എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തോന്ന് പടം കഴിഞ്ഞ ഉടനെ എണീറ്റ് പോയി. അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അപ്പൊ എനിക്കിത് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പൊ അവർക്ക് അത്രത്തോളം അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നുന്നത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ എനിക്ക് ഒരു സിനിമ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു സിനിമയ്ക്കുള്ളിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഡയറക്ടറിന് സാധിച്ചു, അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും സാധിച്ചു. പിന്നെ ഈ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും. എനിക്ക് കോസ്റ്റ്യൂമൊക്കെ ഞാൻ എന്താ പറയുക, ഇതിന്റെ സ്പോയിലർ ആയി പോകും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. എന്താ പറയണത്, അതാ പറഞ്ഞ നമ്മൾ കേട്ട് പരിചയപ്പെട്ട കഥകളിൽ നിന്നൊക്കെ ഭയങ്കര അതൊക്കെ ക്ലീഷേസ് ഒക്കെ പൊളിച്ച് മാറ്റിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്താ പറയണേ, പൊളി. തിയേറ്ററിൽ പോയി കാണും കേട്ടോ.